പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ റബ്ബിൻ്റെ കരുണാകടാക്ഷം നമ്മിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ. ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ആസിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ വിശ്വസ്തനായ ഒരു സഹാബിയായിരുന്നു ആസിം റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അള്ളാഹുവിനോടുള്ള ആശ്രയത്തിൻ്റെയും ഏറ്റവും ഉത്തമ മാതൃകയായിരുന്നു ആസിം റളിയല്ലാഹു അൻഹു. ഉഹുദ് യുദ്ധം ഉൾപ്പെടെ നിരവധി നിർണായക സന്ദർഭങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി പോരാടി. എന്നാൽ ഹിജ്റ 4-ാം വർഷത്തിൽ ഒരു സംഭവമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഏതാനും ഗോത്ര നേതാക്കൾ എത്തുകയും അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകനെ നിയമിച്ചു കൊടുക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതേ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആസിം റളിയല്ലാഹു അൻഹു അടങ്ങുന്ന 10 അംഗ സംഘത്തെ അവരോടൊപ്പം പറഞ്ഞയക്കുകയും ചെയ്തു. എന്നാൽ ഇതൊരു ചതിയായിരുന്നു. ശത്രുക്കൾ വഴിമധ്യേ അവരെ വളയുകയും ആക്രമിക്കുകയും അവരെ വധിക്കുകയും ചെയ്തു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാൻ വഴിയില്ല എന്ന് മനസ്സിലാക്കി ആസിം റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവെ, ഞങ്ങളെക്കുറിച്ചുള്ള ഈ വിവരം നീ നിൻ്റെ നബിയെ അറിയിക്കണമേ എന്ന്. അങ്ങനെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം വഴിയാണ് ഈ വിവരം അറിയിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്നത് യഥാർത്ഥ വിശ്വാസി ഏത് പ്രതിസന്ധിയിലും തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു പുണ്യവും നന്മയും അത് പാഴാവുകയില്ല. അതുപോലെ ദുആ ഒരു വിശ്വാസിയുടെ ആയുധമാണ്. അള്ളാഹുവിൻ്റെ വഴിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരുടെ ഓർമ്മ അള്ളാഹു എന്നെന്നും നിലനിർത്തും. ഇവിടെ ആസിം റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ദൃഢമായ വിശ്വാസവും ആത്മാർത്ഥതയും ധൈര്യവും ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ സഹാബിമാരുടെ കഥകളിലൂടെ, അവരുടെ ചരിത്രങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിനും ഒരു പാഠമാകേണ്ടതുണ്ട്. മറ്റ് സഹാബിമാരുടെയും കഥകൾ നമ്മൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ യഥാർത്ഥ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവർത്തിക്കുവാനും അതുമൂലം സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.